ഇപ്പം രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് PM ശ്രീ അല്ലേ? അപ്പോൾ PM ശ്രീ വീണ്ടും ചർച്ചാ വിഷയമായിരിക്കെ സർക്കാരും പ്രതിപക്ഷവും നേരത്തെ സ്വീകരിച്ചിരുന്ന നിലപാടുകളിൽ മലക്കം മറിയുകയാണ് എന്ന ആക്ഷേപം ഉയരുകയാണ്. തിരഞ്ഞെടുപ്പിന് മുൻപ് PM ശ്രീയെ എതിർത്തിരുന്ന UDF ഭരണത്തിലേറിയ ശേഷം പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ്. പദ്ധതിയെപ്പറ്റി പഠിക്കാൻ ഒരു മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അതേസമയം കേന്ദ്ര സമ്മർദ്ദത്തിന് വഴങ്ങി PM ശ്രീയുമായി മുന്നോട്ട് പോയ അന്നത്തെ ഇടതു സർക്കാർ UDFിന്റെ നീക്കത്തെ ശക്തമായി എതിർക്കുകയാണ്. PM ശ്രീയിൽ തരാതരം നിലപാട് മാറ്റുകയാണോ UDFും LDFും എന്ന കാര്യമാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഞാൻ പോകുന്നു നേരെ ന്യൂസ് ആംഗിളിലേക്ക്. ഹാൻസ് ജോൺ ആണ് വിശകലനങ്ങളുമായി നമുക്കിപ്പം തത്സമയമുള്ളത്. ഹാൻസ്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് PM ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് അത് ഏറ്റവും കൂടുതൽ സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ആ വാർത്ത പറയുകയും ചെയ്ത ആൾ കൂടിയാണ് ഹാൻസ്. ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്നു. ആ ഒപ്പിടൽ അത് മുന്നണിയെ അറിയിക്കാതെയുള്ള, മന്ത്രിസഭയെ അറിയിക്കാതെയുള്ള ഒരു ഒപ്പിടലായിരുന്നു. തുടർന്ന് ആ മുന്നണിയിൽ അത് വലിയ പ്രശ്നമായി. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി CPI അവർ കടുത്ത നിലപാട് ഉയർത്തുകയും മന്ത്രിസഭാ യോഗം അടക്കം ബഹിഷ്കരിക്കുകയും ഒരു വേളയിൽ അവർ മുന്നണി വിടാൻ പോവുകയാണ് എന്ന തരത്തിൽ പോലും വാർത്തകളൊക്കെ വന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് പിന്നീട് PM ശ്രീയിൽ നിന്നും ഒന്ന് പിന്നോട്ട് വലിയാൻ അന്നത്തെ ഇടതുമുന്നണി സർക്കാർ തീരുമാനിക്കുകയും ഒക്കെ ചെയ്തത്. അങ്ങനെ ആ വിവാദം അവിടെ കെട്ടടങ്ങി. പുതിയ സർക്കാർ വന്നു. ഈ സർക്കാർ, ഇപ്പോഴത്തെ സർക്കാർ, അന്ന് പ്രതിപക്ഷമായിരുന്നു. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ആൾ ഇന്ന് മുഖ്യമന്ത്രിയാണ്. അന്ന് അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് അറബിക്കടലിൽ എറിയുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ അറബിക്കടലിൽ എറിയാനിരുന്ന ആളുകൾ അത് നടപ്പാക്കാൻ പോവുകയാണ്. അതിനൊരു മന്ത്രിസഭാ ഉപസമിതിയെ രൂപീകരിക്കുകയാണ്, പഠിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലം കേന്ദ്ര വിദ്യാഭ്യാസ നയം കേന്ദ്ര സർക്കാർ ഈ പരിഷ്കരിച്ച ഘട്ടങ്ങളിലൊക്കെയും അത് ഒരു പ്രശ്നവുമില്ലാതെ, ഒരു ചർച്ചയുമില്ലാതെ, ഒരു വിമർശനവും ഇല്ലാതെ, അല്ലെങ്കിൽ പ്രതിരോധമൊന്നും തന്നെ ഇല്ല, അല്ലെങ്കിൽ പ്രതിഷേധമൊന്നും തന്നെ ഇല്ലാതെ ആദ്യം നടപ്പാക്കിയ ആൾക്കാരുടെ കൂട്ടത്തിൽ കോൺഗ്രസ് സർക്കാരുകൾ പലരുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ ഒരു സർക്കാർ ഈ ഒരു സമീപനം സ്വീകരിക്കുന്നതിൽ അത്ഭുതപ്പെടലൊന്നുമില്ല. പക്ഷെ നിലവിൽ നമ്മൾ ചോദിക്കുന്നത്, ഈ വിഷയത്തിൽ രണ്ടുപേരും രണ്ട് തരം നിലപാടുകൾ സ്വീകരിക്കുകയാണോ? പ്രതിപക്ഷത്തിരുന്നപ്പോഴും ഭരണപക്ഷത്തിരുന്നപ്പോഴും. ഹാൻസ്, തീർച്ചയായും സേതു, ഈ PM ശ്രീ വിഷയവുമായി ബന്ധപ്പെട്ട് സാഹചര്യത്തിനനുസരിച്ച് നിലപാട് മാറ്റുന്നതാണ് LDFിൻ്റെയും UDFിൻ്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം 2020 ഈ PM ശ്രീ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കുന്നത്. ആ സമയത്ത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഈ പദ്ധതിയിൽ പങ്കാളികളാവണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രം നിർദ്ദേശം നൽകിയിരുന്നു. ആ സമയത്തൊന്നും ഈ പദ്ധതിയിൽ ചേരാനോ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാനോ LDF സർക്കാർ തയ്യാറായിരുന്നില്ല. ദേശീയ വിദ്യാഭ്യാസ നയം സംസ്ഥാനത്ത് നടപ്പിലാക്കേണ്ടി വരും എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വർഷങ്ങളോളം PM ശ്രീ പദ്ധതിയിൽ നിന്ന് LDF സർക്കാർ വിട്ടുനിന്നു. പക്ഷേ അവസാനം 2025 5 വർഷങ്ങൾക്കിപ്പുറം 2025 PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടപ്പോൾ അതിൽ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ള പ്രതികരണമാണ് മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള V ശിവൻകുട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. SSK ഫണ്ട് അടക്കം തരാത്ത ഒരു പശ്ചാത്തലമുണ്ട് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാത്തത് മൂലം. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടി വരും. വർഗീയ അജണ്ടകൾ ഒന്നും തന്നെ സംസ്ഥാനത്ത് നടപ്പിലാക്കില്ല. അപ്പോൾ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഇടത് സർക്കാരിനുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അന്ന് ഈ പദ്ധതിയിൽ ഒപ്പിട്ടത്. പക്ഷേ ആ പദ്ധതി ഒപ്പിട്ട സമയത്ത് മുഖ്യമന്ത്രി അല്ലാതെ മറ്റാരും തന്നെ ഈ വിഷയം അറിഞ്ഞിരുന്നില്ല. മന്ത്രിസഭയുടെ പരിഗണനയിലേക്ക് ഈ വിഷയം എത്തിയില്ല. CPI വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉന്നയിച്ചു. മുന്നണിയിൽ നിന്നടക്കം വിട്ടുനിൽക്കുമെന്നുള്ള കാര്യങ്ങൾ LDFിൽ പറഞ്ഞു. ആ ഒരു പശ്ചാത്തലത്തിലാണ് പിന്നീട് ഈ പദ്ധതി പഠിക്കാനായി 7 അംഗ മന്ത്രിസഭാ ഉപസമിതിയെ LDF സർക്കാർ നിയോഗിക്കുന്നതും പിന്നീട് ഈ പദ്ധതി മരവിപ്പിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേന്ദ്രത്തിന് കത്തയക്കുകയും ചെയ്തത്. സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ രാഷ്ട്രീയപരമായി അതിനെ ഒരു നിലപാട് സ്വീകരിക്കുന്നതായിട്ടാണ് നമുക്ക് ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് LDF സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതായി കാണാൻ കഴിഞ്ഞത്. പക്ഷേ ആ സമയത്ത് UDF ആയിരുന്നു പ്രതിപക്ഷം. വലിയ രീതിയിലുള്ള വിമർശനമാണ് ഈ PM ശ്രീ പദ്ധതിയിൽ LDF സർക്കാർ ഒപ്പിട്ടപ്പോൾ UDF ഉന്നയിച്ചത്. RSSുമായി കൂടിച്ചേർന്നുകൊണ്ട് സംസ്ഥാനത്ത് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാനാണ് LDF സർക്കാർ ശ്രമിക്കുന്നത്. ഒപ്പം തന്നെ തങ്ങൾ അടുത്ത
സർക്കാരായ UDF അധികാരത്തിൽ വന്നാൽ ഈ പദ്ധതി പൂർണ്ണമായും റദ്ദാക്കും. ഒപ്പം തന്നെ PM ശ്രീയെ അറബിക്കടലിൽ എറിയും എന്നായിരുന്നു നിലവിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിട്ടുള്ള KM ഷാജി ഒക്കെ പറഞ്ഞത്. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ അവർക്കും UDF-നും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടി വന്നു. അന്ന് LDF എന്തൊക്കെയാണോ പറഞ്ഞത്, എന്തൊക്കെ ന്യായീകരണങ്ങളാണോ ഉന്നയിച്ചത്, അതുതന്നെയാണ് ഇപ്പോൾ UDF-ഉം പറയുന്നത്. എന്തായാലും PM ശ്രീ പദ്ധതി വന്നപ്പോൾ അവരുടെ രാഷ്ട്രീയപരമായ നിലപാടിൽ നിന്ന് വ്യതിചലിക്കുന്നതാണ് UDF-ന്റെയും LDF-ന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ശരി ഹാൻസ്, അപ്പം ഇതാണ് ന്യൂസ് ആംഗിളിന്റെ നിരീക്ഷണം ഈ വിഷയത്തിൽ.